ഹലോ, അപ്പോൾ ഞാൻ രാവിലെ തന്നെ ബസ്സിൽ തൂങ്ങി ആടിക്കളിച്ച് പോകുന്നുണ്ട് ഗൈസ്. കൃഷിഭവനിലേക്കാണ് കേട്ടോ പോകുന്നത്. നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം പോസ്റ്റായി. ഞാൻ കുറച്ച് ദിവസമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ശരിയാവണില്ല. പിന്നെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ വരെ, നല്ല മഴ കാരണം നെറ്റ്വർക്ക് ഇല്ല. പിന്നെ എന്നെക്കാട്ടിലും പ്രായമായിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ കുറേ പേര് നടക്കാൻ പോലും വയ്യാത്ത ആൾക്കാരാണ് അവിടെ ക്യൂ നിൽക്കുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തല ഇറങ്ങിയ ഗൈസ്. ഇന്നൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പെല്ലെ അവിടെ നിന്ന് വണ്ടി കയറിയിട്ട് ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കാനുണ്ട്. അപ്പോൾ ഭാരതപ്പുഴ ദേ നിറയാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴയാണ് അവിടെ. ബസ് സ്റ്റാൻഡിൽ പോയി ഇറങ്ങിയപ്പോൾ രണ്ടുപേരിങ്ങനെ മഴയുടെ തണുപ്പും കൊണ്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് കിടക്കുന്ന ഉറങ്ങണ കാഴ്ചയാണ് കേട്ടോ കണ്ടത്. കണ്ടില്ലേ എന്ത് രസത്തിലാണ് അവർ കിടക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടൊരു ചാർജർ വാങ്ങി. ഇത് പഴയ ഫോണിൻ്റെയൊക്കെ ചാർജറാണ് കേട്ടോ. ഫോൺ ചാർജ് ചെയ്യാനുള്ള എൻ്റെ അമ്മയ്ക്ക് ടോർച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാർജറാണ് കേട്ടോ അത്. അവർ ഇടയ്ക്കിടയ്ക്ക് അത് കേടുവരുത്തും. അപ്പോൾ അത് വാങ്ങി. പിന്നെ ഈ അപ്പൂപ്പൻ്റെ കടയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ട്. പിന്നെ ഞാൻ പോയത് കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് അധികം എടുക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ഇതെൻ്റെ അമ്മായിയമ്മയുടെ പ്രിസ്ക്രിപ്ഷൻസ് അടങ്ങിയ ബുക്കാണ് കേട്ടോ. അത് ഞാൻ അവിടെ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ട്, മരുന്ന് എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട്. പിന്നെ പോയത് തുണിക്കടയിലേക്കാണ്. ഇത് ചെറിയൊരു കടയാണ് കേട്ടോ. ഇവിടെ അവർക്ക് കാര്യമായിട്ട് മെറ്റീരിയൽസ് ഒന്നും ഇല്ല, വളരെ കുറച്ച് സാധനമുള്ളൂ. ലൈനിങ്ങൊക്കെ കിട്ടും. അപ്പം ഞാൻ നമ്മളെ ലെഹങ്ക അല്ല, 2 സ്കേർട്ടും ടോപ്പും തയ്ച്ചത് ഓർമ്മയുണ്ടല്ലോ, ലെഹങ്ക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ദുപ്പട്ട വാങ്ങാൻ പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രോൺസ് കളറിന് അവർ പറഞ്ഞു ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്. എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുട്ടി പറഞ്ഞു ഇത് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ദുപ്പട്ട എടുത്തു. ആ കളറ് അവർ ചേരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് കണ്ണും പൂട്ടി എടുത്തിട്ടു. പിന്നെ ഗ്രീനിന് വേണ്ടിയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. കാരണം ഒരു പിങ്ക് എൻ്റെ കയ്യിൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ സെയിം കളർ തന്നെയാണ് എടുത്തത്. ഏതാണ് മാച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ വന്നപ്പോഴേക്കും ഒരു മരുന്നൊക്കെ എടുത്തു വെച്ചിരുന്നു. ഒരു ലോഡ് മരുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നൂല് വാങ്ങാനാണ് പോയത്. നൂലും സൂചിയൊക്കെ ഉള്ള കടയിൽ, ചെറിയൊരു കടയാണ് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടായിരുന്നു. അത് വാങ്ങിയിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ കയറി ഗൈസ്. വീട്ടിൽ 2 പേര് എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് മടുത്തിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും പാഴ്സൽ വാങ്ങാൻ വെച്ചിട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ പാഴ്സൽ റെഡിയാവുന്ന നേരം കൊണ്ട് ഞാനൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചായ കുടിച്ച് നിന്നിട്ടും പാഴ്സൽ വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. കുറേ നേരം ഞാനിങ്ങനെ ഇരുന്നു അവിടെ ചായയും കുടിച്ച്. മഴയല്ലേ പുറത്ത്, അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാഴ്സലൊക്കെ റെഡിയായി എത്തി. പിന്നെ ഞാൻ തിരിച്ച് അപ്പൂപ്പൻ്റെ കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കത്തിയായിരുന്നു അത് കണ്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വേറെയും ഒരു ക്ലിപ്പൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ബസ് യാത്രയും ഇങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞ് ഒറ്റയ്ക്ക് നടക്കണം. കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഓരോ സ്ഥലത്ത് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർക്കൊരു ക്ഷമയില്ലാതെ, ക്ഷമയുള്ള ആൾക്കാരെ വേണം നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ.